ഹലോ ഫ്രണ്ട്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിനെ കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ എല്ലാ വീക്കിലും നമ്മുടെ വെബ്സൈറ്റ് വഴി നമ്മൾ എക്സാംസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 14 വീക്കിലി ടെസ്റ്റ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലൂടെ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അനാലിസിസ് ഒക്കെ നിങ്ങൾ നടത്തുന്നുണ്ടാവും. മാർക്സൊക്കെ ഞാൻ ഇമെയിലായിട്ട് തന്നെ നിങ്ങൾക്ക് അയക്കാറുണ്ട്. അപ്പോൾ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം, അതായത് ഇതുവരെ കഴിഞ്ഞ +1 നമ്മൾ ഇതുവരെ കവർ ചെയ്തിട്ടുള്ള എല്ലാ പോർഷൻസും ഉൾപ്പെടുന്ന ഒരു എക്സാം ഇനി നമ്മൾ നടത്തുകയാണ്. മെഗാ ടെസ്റ്റ് എന്ന പേരിൽ നമ്മൾ മുന്നേ ഒരു മെഗാ ടെസ്റ്റ് നടത്തിയിരുന്നു. മെഗാ ടെസ്റ്റ് 2 ആണ് ഇനി നടക്കുന്നത്. അത് നടക്കുന്നത് അടുത്ത വീക്കിലാണ്, അതായത് നെക്സ്റ്റ് സൺഡേയിലാണ് നമ്മൾ മെഗാ ടെസ്റ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. 28-ാം തീയതി ഞായറാഴ്ച നമ്മുടെ മെഗാ ടെസ്റ്റ് 2 നടക്കും. അതിലെ ചാപ്റ്റേഴ്സ് ഞാനൊന്ന് അനൗൺസ് ചെയ്യാം. അതായത് +1 ചാപ്റ്റേഴ്സാണ് ഉണ്ടാവുക. +1 ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബോട്ടണിയിലെയും സുവോളജിയിലെയും കവർ ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എക്സാം നടത്തുന്നത്. അപ്പോൾ അതിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ഫിസിക്സിലെ +1 ചാപ്റ്റർ ഉണ്ടാവും. അതുപോലെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈന്, മോഷൻ ഇൻ എ പ്ലെയിന്, ദെൻ ലോസ് ഓഫ് മോഷൻ, ദെൻ വർക്ക് എനർജി ആൻഡ് പവർ, ദെൻ റൊട്ടേഷണൽ മോഷൻ. ഇത്രയും ചാപ്റ്റേഴ്സാണ് +1 ഫിസിക്സിൽ നിന്നും ഉണ്ടാവുക. അതുപോലെ ഗ്രാവിറ്റേഷൻ ഉണ്ടാവും. ഓക്കെ, ഗ്രാവിറ്റേഷൻ വരെയുള്ള, അതായത് സ്ട്രെയിറ്റ് ലൈൻ മുതൽ ഗ്രാവിറ്റേഷൻ വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ടാവും. ഇനി +1 കെമിസ്ട്രിയിൽ നിന്ന് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ഉണ്ടാവും. അതുപോലെ സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ, കെമിക്കൽ ബോണ്ടിങ്, തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, റിഡോക്സ് റിയാക്ഷൻസ്. ഇത്രയും ചാപ്റ്റേഴ്സാണ് +1 കെമിസ്ട്രിയിൽ നിന്നും ഉണ്ടാവുക. ഇനി +1 ബോട്ടണിയിൽ നിന്നും ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാൻ കിങ്ഡം, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സും അതുപോലെ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സും. ഇത്രയും ചാപ്റ്റേഴ്സാണ് ബോട്ടണിയിൽ നിന്നും നമ്മുടെ ടെസ്റ്റിന് ഉണ്ടാവുക. അതുപോലെ സുവോളജിയിൽ നിന്ന് ലിവിങ് വേൾഡ്, അനിമൽ കിങ്ഡം, പിന്നെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ, അതിപ്പോൾ ചെറിയ ചാപ്റ്ററായി ചുരുങ്ങിയിട്ടുണ്ട്. ദെൻ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററും. ഇത്രയും ചാപ്റ്റേഴ്സാണ് നമ്മുടെ മെഗാ ടെസ്റ്റ് 2ൻ്റെ ടോപ്പിക്സ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് തന്നെ എക്സാം ചെയ്താൽ നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ അതേ മോഡലായിട്ടുള്ള എക്സാമാണ് ഉണ്ടാവുക, അതേ പാറ്റേണിലുള്ള എക്സാമാണ് ഉണ്ടാവുക. 3 മണിക്കൂറും 20 മിനിറ്റും ആയിരിക്കും സമയം ഉണ്ടാവുക. 200 ക്വസ്റ്റ്യൻസാണ് ടോട്ടൽ ഉണ്ടാവുക. അപ്പോൾ ഈ എക്സാം ആരും സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ കഴിഞ്ഞു പോയ ഏതെങ്കിലും എക്സാം സ്കിപ്പ് ചെയ്തവരുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ അത് അവൈലബിൾ ആയിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. മെഗാ ടെസ്റ്റ് 2 നന്നായി പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് തന്നെ എഴുതണം. ഇതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ +2 എല്ലാ ഇതുവരെ നമ്മൾ എക്സാമിലൂടെ കവർ ചെയ്തിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും വെച്ചിട്ട് അടുത്തൊരു എക്സാം കൂടി ഉണ്ടാവും, മെഗാ ടെസ്റ്റ് 3 എന്ന പേരിൽ. അതും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ആരും എക്സാം സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇപ്പോൾ ജനുവരി ആയി അല്ലേ, ഇനിയിപ്പം മെയ്യിലേക്ക് ചെറിയ സമയം മാത്രമേ ഉള്ളൂ. ഫെബ്രുവരി ഉണ്ട്, മാർച്ച്, ഏപ്രിൽ, ഈ 3 മാസമാണ് നമുക്ക് ഫുള്ളായിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങളുടെ കൂടുതൽ ആളുകളും നിങ്ങളുടെ റിവിഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ റിവൈസ് ചെയ്യണം, ലാബ് എങ്ങനെ മാനേജ് ചെയ്യണം, അതല്ലെങ്കിൽ റിവിഷൻ നടത്തുമ്പം എത്രത്തോളം എക്സാം എഴുതണം, ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസും ടെൻഷൻസും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് നൽകുകയാണെങ്കിൽ ഞാൻ അതിനൊക്കെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് തരാം. നമുക്ക് ഓരോ മേജറായിട്ടുള്ള നിങ്ങളുടെ ഡൗട്ട്സ് നമുക്ക് വീഡിയോയിലൂടെ തന്നെ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് പഠനവുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടോ ജനറൽ ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കിവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.